ഇയ്യോബ് അധ്യായം 39. പാറക്കെട്ടുകളിൽ കാട്ടാടുകൾ പ്രസവിക്കുന്ന സമയവും മാൻപേടകൾക്ക് ഗർഭധാരണമുണ്ടാകുന്ന നേരവും നിനക്കറിയാമോ? അതിൻ്റെ ഗർഭം തികയുന്ന മാസങ്ങളുടെ എണ്ണം നിനക്ക് നിശ്ചയമോ? അവയുടെ പ്രസവകാലം നിനക്കറിയാമോ? എപ്പോഴാണ് അവ മുട്ടുമടക്കി പ്രസവിക്കുന്നത്? അവയുടെ കുഞ്ഞുങ്ങൾ വളരുന്നു, മുലകുടി മാറുന്നു. കാട്ടുകഴുതയെ സ്വതന്ത്രമായി വിട്ടിരിക്കുന്നതും അതിനെ നുകത്തിൽ നിന്ന് വിട്ടയച്ചതുമാര്? അത് അതിൻ്റെ ഭവനത്തെ മരുഭൂമിയും അതിൻ്റെ പാർപ്പിടത്തെ ലവണദേശത്തുണ്ടാക്കി. അത് ഗ്രാമങ്ങളുടെ അധികം കണ്ട് ചിരിക്കുന്നു. അത് അധികാരികളുടെ ശബ്ദം കേട്ട് ഭയപ്പെടുന്നുമില്ല. നിരവധിയായ കുന്നുകൾ അതിൻ്റെ മേൽച്ചിൽപ്പുറങ്ങളാകുന്നു. അത് എല്ലാ പച്ച സസ്യജാലങ്ങൾ മേലും സഞ്ചരിക്കുന്നു. കാട്ടുപോത്ത് നിനക്ക് വേല ചെയ്ത് തക്കവണ്ണം നിന്നെ അനുസരിക്കുമോ? അഥവാ അത് നിന്റെ പുൽത്തൊട്ടിക്കടുത്തോ രാപാർക്കുന്നത്? കാട്ടുപോത്തിൻ്റെ കഴുത്തിന്മേൽ നീ നുകം വയ്ക്കുമോ? അത് കടുപ്പമുള്ള നിലത്ത് ഉഴവ് നടത്തുമോ? അതിന് വളരെ ബലമുണ്ടെന്ന് വിശ്വസിച്ച് നീ അതിനെ ആശ്രയിക്കുമോ? നിന്റെ കളം വെടിപ്പാക്കി ധാന്യം സംഭരിച്ച് തരുമെന്നും നീ വിശ്വസിക്കുന്നുവോ? ഒട്ടകപ്പക്ഷി ചിറക് വിടർത്തിപ്പറക്കുന്നു. അത് വന്ന് കൂടുണ്ടാക്കുന്നു. നിലത്ത് അതിൻ്റെ കുഞ്ഞുങ്ങളെ വിട്ടിട്ട് പോകുന്നു. പൂഴിമേലവയ്ക്ക് ചൂട് കൊടുക്കുന്നു. പക്ഷിയുടെ കാലുകൊണ്ടത് നശിക്കുമെന്നോ കാട്ടുമൃഗം അവയെ ചവിട്ടിക്കളയുമെന്നോ ഭയപ്പെടുന്നില്ല. തനിക്കായിട്ടല്ലാതെ അത് കുഞ്ഞുങ്ങളെ വർദ്ധിപ്പിച്ചു. അത് വ്യർത്ഥമായി പരിശ്രമിച്ചു എന്ന് അത് ഭയപ്പെടുന്നില്ല. എന്തെന്നാൽ ദൈവം അതിന് അറിവ് നൽകി. എന്നാൽ വിവേകം ഭാഗിച്ചു കൊടുത്തുമില്ല. അത് കാരകിൽ പോലെ ഉയരത്തിൽ പൊങ്ങും. കുതിരയെയും അശ്വാരൂഢനെയും അത് പരിഹസിക്കും. കുതിരയ്ക്ക് ബലം കൊടുക്കുന്നതും അതിൻ്റെ കഴുത്തിന് കൊഞ്ചിരോമം കൊടുക്കുന്നതും നീയാണോ? വെട്ടുക്കിളിയെ പോലെ നിനക്കതിനെ ചലിപ്പിക്കാമോ? അതിനെ നിനക്ക് ഭയപ്പെടുത്താമോ? അത് അതിനു കീഴെ മാന്തി കുഴിക്കുന്നു. അത് താഴ്വരയിൽ ആഹ്ലാദിക്കുന്നു. അത് ആയുധത്തിനെതിരെ പാഞ്ഞു ചെല്ലുന്നു. ഗർത്തങ്ങളെ നോക്കി പരിഹസിക്കുന്നു. വാളിൻ്റെ മുമ്പിൽ നിന്നും അത് തിരിഞ്ഞോടുന്നില്ല, ഭയപ്പെടുന്നില്ല. അതിനെതിരെ ആവനാഴിയും വാളിൻ്റെയും ശൂലത്തിൻ്റെയും തിളക്കം വരുന്നു. എന്നിട്ടും അത് കോപത്തോടും ഉഗ്രതയോടും കൂടി ഭൂമിയിലോടുന്നു. കാഹളധ്വനിയെ അത് ഭയപ്പെടുന്നില്ല. എനിക്ക് ജീവൻ തരിക എന്ന് അത് ഉച്ചത്തിൽ ആർക്കുന്നു. യുദ്ധത്തെ അത് ദൂരെ നിന്ന് തന്നെ മണത്തറിയുന്നു. പ്രമാണികളെ തൻ്റെ ശക്തിയാൽ അത് വിറപ്പിക്കുന്നു. നിന്റെ ജ്ഞാനം കൊണ്ടാണോ പരുന്തുത്ഭവിക്കുകയും അതിൻ്റെ ചിറക് തെക്കോട്ട് വിടർത്തുകയും ചെയ്യുന്നത്? നിന്റെ വായിലെ വചനത്താലാണോ കഴുകൻ മേലോട്ടുയരുന്നതും പാറക്കെട്ടിൽ കൂട് ചമയ്ക്കുന്നതും? കിഴുക്കാന്തൂക്കായ പാറമേൽ അത് പറന്നിറങ്ങി രാപ്പാർക്കുന്നതും അതിൻ്റെ അടുത്ത് നിന്ന് അത് തേടുന്നു. വിദൂരത്തേക്കത് സൂക്ഷിച്ചു നോക്കുന്നു. അതിൻ്റെ കുഞ്ഞുങ്ങൾ ചോര നുണയുന്നു. നിഹതന്മാർ എവിടെയുണ്ടോ
അവിടെ അവയുമുണ്ട്. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പാർക്കുമോർ.